അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിക്കുക. ഈ പരിപാടിൻ്റെ സന്ദേശമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അസ്മാഉൽ ഹുസ്ന നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന ചൊല്ലുക. അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അള്ളാഹുവിൻ്റെ 99 പേരുകളാണ്. ഒരു മനുഷ്യന് അള്ളാഹു തആലാനെ പെട്ടെന്ന് സന്തോഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ അസ്മാഉൽ ഹുസ്ന അങ്ങ് ചൊല്ലിയാൽ മതി. അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ അല്ലാഹ് റഹീം, യാ അല്ലാഹ് മലിക്, യാ അല്ലാഹ് ഖുദ്ദൂസ്, യാ അല്ലാഹ് സലാം, യാ അല്ലാഹ് മുഅ്മിൻ, യാ അല്ലാഹ് മുഹൈമിൻ, യാ അല്ലാഹ് അസീസ്, യാ അല്ലാഹ് ജബ്ബാർ, യാ അല്ലാഹ് മുതകബ്ബിർ, യാ അല്ലാഹ് ഖാലിഖ്, യാ അല്ലാഹ് ബാരി, യാ അല്ലാഹ് മുസവ്വിർ, യാ അല്ലാഹ് ഗഫാർ, യാ അല്ലാഹ് ഖഹാർ, യാ അല്ലാഹ്. അങ്ങനെ 99 പേര് റബ്ബിനുള്ളതാ. അസ്മാഉൽ ഹുസ്ന എന്ന ഹദീസിൽ വന്നതാ. കാണാതൊരാൾ ചൊല്ലുന്നു എന്നാൽ പേരിത് സ്വർഗത്തിലാമെന്നും ഹദീസിൽ ഉണ്ടിത്. അള്ളാഹു നമുക്ക് ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാ ദിവസവും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അസ്മാഉൽ ഹുസ്നയെ നമ്മൾ എന്നും ചൊല്ലുന്നവരാവുക. അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ മൻ ഹഫിളഹാ ദഖലൽ ജന്ന. ഒരാൾ അസ്മാഉൽ ഹുസ്നയെ മനഃപ്പാഠമാക്കിയാൽ അവൻ സ്വർഗത്തിൽ കടന്നു. നബിയുനാ റസൂലുള്ളാഹി. ദഖലൽ ജന്ന എന്ന് അറബി പറഞ്ഞാൽ, മുസ്തഫ നബി പറഞ്ഞ ദഖല എന്ന് അറബി പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു എന്നാ. അപ്പൊ കാഴ്ചയിൽ ചെറിയ അമലാണ് അസ്മാഉൽ, ചെറിയൊരു വചനം, പക്ഷേ അതിൻ്റെ ഫളായിലുകളോ അതിൻ്റെ മഹത്വങ്ങളോ അത്ഭുതമാണ്. മൻ ഹഫിളഹാ ദഖലൽ ജന്ന. ഒരാൾ അസ്മാഉൽ ഹുസ്നയെ മനഃപ്പാഠമാക്കിയാൽ അവൻ സ്വർഗത്തിൽ കടന്നു. നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും അല്ലാഹു തആലാനെ പെട്ടെന്ന് സന്തോഷിപ്പിക്കാൻ എല്ലാ മഹാനും തെരഞ്ഞെടുത്ത വലിയൊരു സംഭവമാണ് അസ്മാഉൽ ഹുസ്ന നമ്മൾ നിരന്തരമായി ചൊല്ലുക. അല്ലാഹു നമുക്ക് ചൊല്ലാൻ തൗഫീഖ് ചെയ്യട്ടെ. അതിന് പവർ കൂടാനാണ് എപ്പോഴും അള്ളാഹുവിനെ പറ്റിയുള്ളൊരു ശുഭപ്രതീക്ഷ. എൻ്റെ റബ്ബെന്നെ കൈവിടൂല എന്നുള്ള ഉറച്ച തീരുമാനം. അള്ളാഹുവിനൊരു കൂട്ടുകാരനായി നമ്മൾ എപ്പോഴും കാണുകയും അള്ളാഹുവിനോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യുക. അതാണ് മഹാന്മാർ ചെയ്തിരുന്ന നമുക്ക് വലിയൊരു പാഠം. അള്ളാഹുവിനോട് സംസാരിക്കുക. അള്ളാഹുവിനെ പറ്റി ക്രൂരനായി വിചാരിക്കരുത്. കുട്ടികളോടൊക്കെ അള്ളാഹുവിനെ പറ്റി സംസാരിക്കുമ്പോൾ അള്ളാഹു തആല നരകത്തിലിടൂ, അള്ളാഹു തീയിലിടൂ എന്നൊക്കെ പറഞ്ഞ് ഒരു ക്രൂരനാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ചിത്രീകരിക്കരുത്. മറിച്ച് അള്ളാഹു തആല ഓരോ നിമിഷങ്ങളിലും നമുക്ക് സ്നേഹങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന റബ്ബാണ്. സ്നേഹിച്ച് നമുക്ക് വല്ലാതെ അനുഗ്രഹങ്ങൾ ഓരോ നിമിഷങ്ങളിലും ചെയ്തിരുന്ന അല്ലാഹ്, അവനെ പറ്റിയുള്ള ഓർമ്മകൾ. സ്നേഹമാണ് അല്ലാഹു തആലാന്റെ ലോകം. സ്നേഹമാണല്ല. ഒരു മനുഷ്യന് എത്രത്തോളം നന്നാവാനുള്ള വഴി അല്ലാഹു തആല ആയിരക്കണക്കിന് വഴികൾ തുറന്നു കൊടുക്കുന്ന റബ്ബാണ് നമ്മുടെ റബ്ബ്. അങ്ങനെ സ്നേഹം അതാണ്. അപ്പം അള്ളാഹിനെ പറ്റി പറയുമ്പോൾ അല്ലാഹു റഹ്മാനാണ്, സ്നേഹമാണ്, കാരുണ്യമാണ് അല്ലാഹു തആല. ഓരോ നിമിഷങ്ങളിലും ശുഭപ്രതീക്ഷ. നിങ്ങൾ എൻ്റെ കൂടെ വരൂ. സയ്യിദുന കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ആടുകളെയുമായി ആടിനെ മേയ്ക്കാൻ ഇറങ്ങിയതാണ്. അങ്ങനെ കുറേ നടന്നു, മരുഭൂമിയിലൂടെ നടന്നു. കുറേ പിന്നിട്ടപ്പോൾ എവിടെയും പുല്ല് കാണുന്നില്ല. അങ്ങനെ അവസാനം നടന്ന് തങ്ങൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നല്ല പുല്ല് കണ്ടു. അപ്പം ഈ ആടുകളെയെല്ലാം അങ്ങോട്ട് മേയ്ക്കാൻ വിട്ടു. ആടുകളെ മേയ്ക്കാൻ വിട്ടപ്പം പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ചെന്നായകളുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ഈ രംഗം കണ്ടു. ചെന്നായ എന്ന് പറഞ്ഞാൽ ആടിൻ്റെ ശത്രുവാണല്ലോ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ എന്തു ചെയ്തു? ഉടനെ തന്നെ തങ്ങൾ അള്ളാഹിനോട് സംസാരം. അള്ളാഹുവേ, എൻ്റെ ആടിൻ്റെ കൂട്ടങ്ങൾക്കത് എവിടെ? എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഉറക്കമുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് കിടക്കുകയാണ്.
എൻ്റെ ഈ ആടുകളെയെല്ലാം നീയൊന്ന് കൺട്രോൾ ചെയ്യണം അല്ലാ. അല്ലാഹുവിൽ തവക്കലാക്കിക്കൊണ്ട് സയ്യിദനാ കലീമുല്ലാഹി മൂസ തങ്ങൾ അല്ലാഹുവിൽ തവക്കിലേക്ക് ഏൽപ്പിച്ച് തങ്ങൾ അവിടെ കിടന്നുറങ്ങി. ഒരു പോയിൻ്റോട് വരാണ്ടല്ലോ മോനെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ അല്ലാഹുവിൽ തവക്കലാക്കിക്കൊണ്ട് തങ്ങളവറുകളവിടെ കിടന്നുറങ്ങി. കുറേ നേരം കഴിഞ്ഞപ്പോൾ സയ്യിദനാ കലീമുല്ലാഹി മൂസ തങ്ങള് ഞെട്ടിയുണർന്നു. ഉണർന്നു നോക്കുന്ന സമയത്ത് അജബൻ അജബ, ഒരത്ഭുതം കാണുകയാണ് സയ്യിദുനാ കലീമുല്ലാഹി മൂസ. അത്ഭുതം കാണുക. എന്താ? തൻ്റെ ആടുകളെയെല്ലാം ഒരു ചെന്നായ മൂസാ നബിയുടെ വടിയും പിടിച്ചുകൊണ്ട് മുഴുവൻ ആടുകളെയും കൺട്രോൾ ചെയ്യുന്ന രംഗമാണ് മൂസാ നബി അലൈഹിസ്സലാം കാണുന്നത്. ഇത് കണ്ടപ്പോൾ മൂസാ നബി ഇങ്ങനെ നോക്കി നിന്നു. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, അള്ളാഹുവേ, എൻ്റെ ഈ മുഴുവൻ ആടുകളെയും കൺട്രോൾ ചെയ്യുന്നത് ആടിൻ്റെ ശത്രുവായ ചെന്നായാണല്ലോ. ഇതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? ആടിൻ്റെ ശത്രുവായ ചെന്നായാണല്ലോ ആടിനെ നോക്കുന്നത്, അത് നീ എങ്ങനെയാ ചെയ്യതെന്ന് ചോദിച്ചു. പൊതുവേ മൂസാ നബി അള്ളാഹിനോട് സംസാരിക്കാൻ ഉഷാറുള്ള ആളാണല്ലോ, പേര് തന്നെ കലീമുല്ലാഹി എന്നാണല്ലോ. അപ്പോൾ അള്ളാഹു തആല കൊടുക്കുന്നൊരു നല്ലൊരു പോയിന്റ്, ഒരു മറുപടിയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളോട് അള്ളാഹു തആല പറഞ്ഞ, മൂസാ നബിയേ, നിങ്ങൾ ഭാരമേൽപ്പിച്ചത് എന്നെയല്ലേ? എന്നിലുള്ള നിങ്ങളുടെ പ്രതീക്ഷയും എന്നിലുള്ള നിങ്ങളുടെ തവക്കലും എത്രത്തോളമുണ്ടോ അതിൻ്റെ 10 മടങ്ങ് നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഇടപെടുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അതാ തങ്ങളുടെ പ്രതീക്ഷ എന്നോട് എത്രത്തോളുണ്ടോ. അപ്പോൾ അള്ളാഹുവിൽ തവക്കലാക്കുമ്പോൾ അള്ളാഹുവിലുള്ള ശുഭപ്രതീക്ഷ മുഅ്മിനീങ്ങളെ, ഒരു ബിസിനസ് നടത്തി എൻ്റെ റബ്ബെന്നെ കൈവിടൂല, മക്കളില്ല എൻ്റെ റബ്ബെന്നെ കൈവിടൂല, പ്രതിസന്ധികൾ ഓരോന്ന് വരുമ്പോഴും എൻ്റെ റബ്ബെന്നെ കൈവിടൂല. അതാണ് ഈ ഉറൂസിൻ്റെ സന്ദേശം. ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ സന്ദേശവും അതാണ്. അപ്പോൾ അല്ലാഹു തആലാൻ്റെ അസ്മാഉൽ ഹുസ്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുകയോ എന്നും ചെല്ലുകയും ചെയ്യുക. എന്നാലും ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് വലിയ ധൈര്യം അല്ലാഹു നൽകുന്നതാണ്. അസ്മാഉൽ ഹുസ്ന, യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ അല്ലാഹ്, റഹീം, യാ അല്ലാഹ്, മലിക്, യാ അല്ലാഹ്, ഖുദ്ദൂസ്, യാ അല്ലാഹ്, സലാം, യാ അല്ലാഹ്, മുഅ്മിൻ, യാ അല്ലാഹ്, മുഹൈമിൻ, യാ അല്ലാഹ്. അങ്ങനെ ചെല്ലുക അസ്മാഉൽ ഹുസ്ന. ഞാനതിൻ്റെ എൻ്റെ പ്രഭാഷണത്തിൽ എവിടെയും അതിനെപ്പറ്റി പറയാതെ നിർത്താറില്ല. അത് ഭയങ്കര സംഭവമാണ്. പഠിക്കുന്തോറും അത്ഭുതമാണ് അസ്മാഉൽ ഹുസ്ന. എൻ്റെ ജീവിതത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് സംഭവങ്ങളിൽ ഒന്ന് നിങ്ങളോട് പങ്കുവെക്കാം. മിസ്റിൽ ഒന്ന് പോയിരുന്നു. ശബ്ദം കിട്ടുവാൻ എൻ്റെ പോയിന്റിലേക്ക് ഒന്നുകൂടി. മിസ്റിൽ ഒന്ന് പോയിരുന്നു. ഇവിടെയുള്ള എല്ലാവർക്കും മിസ്ർ ഒന്ന് കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നല്ല ആമീൻ വേണോ? 1 ലക്ഷം റുപ്യ ചിലവാ മിസ്റിൽ പോയി വരാൻ. അല്ല, ചെറിയ അമീനും പോരാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാണ് മിസ്റിൽ പോകുന്നത്? അവിടെയാണ് സയ്യിദത്തുനാ നഫീസത്തുൽ മിസ്രിയ, അവിടെയാണ് റാബിയത്തുൽ അദവിയ, അവിടെയാണ് ദുന്നൂനിൽ മിസ്രി, അവിടെയാണ് ഇമാമുന ശാഫിഈ, അവിടെയാണ് ഇമാമുനൽ ബൂസുരി, അവിടെയാണ് ഇബ്നു വത്താഉല്ലാഹ് ബരിശൈനൂറാഹിമദൻ നബി മുത്തി മകളായ ബംഗീഷ മഹ്ലൂബൈത്തിലെ പതിയോരായേ. നഫീസത്തുൽ മിസ്രിയുടെ ചാരേ എന്തൊരു സന്തോഷമാണ്.
അള്ളാഹു ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും അവിടെ പോകാനും ഒന്ന് സിയാറത്ത് ചെയ്യുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചരിത്ര വിദ്യാർത്ഥികൾക്ക് ലോകാത്ഭുതങ്ങളിൽപ്പെട്ട പിരമിഡുകൾ, മനുഷ്യനിർമ്മിതമായ പിരമിഡുകൾ ഈ മിസ്റിൻ്റെ മണ്ണിലാണ്. ഈ മിസ്റിൻ്റെ മണ്ണിലാണ് നൈൽ നദി. നൈൽ നദിയുടെ ഓളങ്ങൾക്കും ഒരുപാട് മിസ്റിൻ്റെ കഥകൾ പറയാനുണ്ട്. മൂസാ നബിയുടെ കഥകൾ, രസകരമായ കഥകൾ ഈ നൈൽ നദിക്ക് പറയാനുണ്ട്. അങ്ങനെ കാണേണ്ട ഒരു അത്ഭുത നാടാണ് മിസ്ർ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നഫീസത്ത് ബീവിൻ്റെ ചാരെ 2 ദിവസം മിസ്രിൽ താമസിച്ചു. അങ്ങനെ 3-ാമത്തെ ദിവസം തിരിച്ചു പോരാൻ സുബഹിസ്കാരം കഴിഞ്ഞു. ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ നിന്ന് 7 കിലോമീറ്റർ ബീവിൻ്റെ ദർബാറിലേക്ക് പോവാൻ. മിസ്രിൽ വലിയ ജുമുഅത്ത് പള്ളിയോട് ചേർന്നുകൊണ്ടാണ് നഫീസത്ത് ബീവിൻ്റെ മഖ്ബറയുള്ളത്. അങ്ങനെ സുബഹിസ്കാരം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു പൂതി, ഒന്നുകൂടി ഒന്ന് സലാം പറയണോ, ഏതായാലും ഒന്ന് നാട്ടിലേക്ക് പോരുകയാണല്ലോ. അപ്പോൾ സുബഹിസ്കാരം കഴിഞ്ഞു. 10-50 ആളുണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ. ആണുങ്ങളോടൊക്കെ ചോദിച്ചു ആരെങ്കിലും പോരുന്നു. അപ്പോൾ എല്ലാവരും പോരുന്ന തിരക്കിലാണ്. പെട്ടിയൊക്കെ ഇട്ടാനുണ്ടായിരുന്നു. അതിൽ കൊണ്ടോട്ടിലൊരു സുബൈറാജുണ്ട്. സുബൈറാജ് പറഞ്ഞു, തങ്ങൾ ഇപ്പോൾ ഞാനും പോരുന്നു, നമുക്ക് പോവാന്ന്. അങ്ങനെ ഞാനും ഈ സുബൈറാജിയും കൂടി പുറത്തിറങ്ങി ഒരു ടാക്സി വിളിച്ച് ഇലാ ഹളറത്തിൻ നഫീസത്തുൽ മിസ്രിയ ബരിശൈനൂറഹ്മദൻ നബി മോത്തി മകളായ ബംഗീഷ മഹ്ലൂബൈത്തിൽ പതിയോരായേ. നഫീസത്ത് ബീവിൻ്റെ ഹളറത്തിലേക്ക് ചെല്ലുന്നു. വലിയ ജുമുഅത്ത് പള്ളിയോട് ചേർന്നുകൊണ്ടാണ് ബീവിയുടെ മഖ്ബറയുള്ളത്. അവിടെ എത്തിയപ്പോൾ സുബഹിസ്കാരം കഴിഞ്ഞു 6 മണിക്ക് അവിടെ എത്തിയപ്പോൾ എല്ലാ കവാടങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാ കവാടങ്ങളും പൂട്ടിയിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടുത്തെ ഖാദിമീങ്ങൾ പറഞ്ഞു, നിങ്ങൾ പുറത്തുനിന്ന് സിയാറത്ത് ചെയ്തോളി, ഇനി 8:30 മണിക്ക് തുറക്കൂ. ഞങ്ങൾക്കാണെങ്കിലും 8 മണിക്ക് ബസ്സും 10 മണിക്ക് ഫ്ലൈറ്റുമാണ്. കാത്തു നിൽക്കാൻ, വെയിറ്റ് ചെയ്യാൻ സമയമില്ല. മാഷാ അല്ലാഹ്. അപ്പോൾ സുബൈറാജ് എന്നോട് പറഞ്ഞു, തങ്ങളെ നമുക്ക് ഇവിടുന്ന് ദുആ ചെയ്ത് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു, സുബൈറാജി, ഇക്കടക്കുന്നതാരാണ്? ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ വിള്ളിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ഒന്ന് കയറണം, സലാം പറയണം. മിസ്റും കേരളീയ സമൂഹവുമായൊരു അഭേദ്യമായ ബന്ധമുണ്ട്. പഴയ കാലത്തെ നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും പ്രസവ സംബന്ധമായ വിഷയത്തിന് നഫീസത്തുമാല പാടുമ്പോഴേക്ക്, നേർച്ചയാക്കുമ്പോഴേക്ക് അത്ഭുതത്തോടുകൂടെ സുഖപ്രസവമാണ്. നമ്മുടെ അനുഭവങ്ങളല്ലേ. ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, ആജി ഒന്ന് കയറണം. എങ്ങാനും നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരും. മുഅ്മിനീങ്ങളെ, പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ പേടിച്ച് നിൽക്കാതെ, പതറി നിൽക്കാതെ, എൻ്റെ റബ്ബെന്നെ കൈവിടൂല. അതാണ് ഈ ഉറൂസിൻ്റെ സന്ദേശം. ഞാൻ പറഞ്ഞു, ആചാര്യ, അല്ലാഹു തആലാന്റെ അസ്മാഉൽ ഹുസ്ന അത് ചൊല്ലിക്കൊണ്ട് ദുആരിക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞതാണ്. ഖുർആൻ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദൂഹു ബിഹാ. അള്ളാഹുവിന് സുന്ദരങ്ങളായ നാമങ്ങളുണ്ട്, മനോഹരങ്ങളായ പേരുകളുണ്ട്. ഫദൂഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്തോ. ഖാലല്ലാഹു അസ്സ വജൽ. അതാണ് ഖുർആനാ പറഞ്ഞത്. അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ടങ്ങ് ദ്വാരുന്നോടി പരിഹാരം അല്ലാഹു തരും, ഒരു സംശയവുമില്ല. ഖുർആനല്ലേ. ഞാനവിടെ നിന്ന് പറഞ്ഞു, അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് ഹാജി നമുക്കൊന്ന് ദർബാർ തുറന്ന് കിട്ടണം, ഒരു സലാം പറയണം. ബിഹഖി അസ്മാഇക്കൽ ഹുസ്ന, യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ അല്ലാഹ് റഹീം, യാ അല്ലാഹ് മലിക്, യാ അല്ലാഹ് ഖുദ്ദൂസ്, യാ അല്ലാഹ് സലാം, യാ അല്ലാഹ് മുഅ്മിൻ, യാ അല്ലാഹ് മുഹൈമിൻ, യാ അല്ലാഹ്
അസീസ് യാ അല്ലാഹ്, ജബ്ബാർ യാ അല്ലാഹ്, മുതകബ്ബിർ യാ അല്ലാഹ്, ഖാലിഖ് യാ അല്ലാഹ്, ബാരി യാ അല്ലാഹ്, മുസവ്വിർ യാ അല്ലാഹ്, ഗഫാർ യാ അല്ലാഹ്, ഖഹാർ യാ അല്ലാഹ്, വഹാബ് യാ അല്ലാഹ്, റസാഖ് യാ അല്ലാഹ്, ഫത്താഹ് യാ അല്ലാഹ്, അലീം യാ അല്ലാഹ്, ഖാബിൽ യാ അല്ലാഹ്, ബാസിത്ത് യാ അല്ലാഹ്, ഹാഫിൽ യാ അല്ലാഹ്. അങ്ങനെ 99 പേര് ചൊല്ലി അല്ലാഹ് നിന്റെ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് ബീവിയുടെ ദർബാർ ഒന്ന് തുറന്നു തരണേ അല്ലാഹ്. അവിടെ ചോദിച്ചിങ്ങനെ ദ്വാരന്നെടുക്കുമ്പോൾ ഒരു പോലീസുകാരൻ അവിടെ വന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം, കൈഫൽ ഹാൽ എന്നൊക്കെ പറഞ്ഞു പരിചയപ്പെട്ടു. ഹാജിയാർ പറഞ്ഞു, എൻ്റെ കൂട്ടത്തിലുള്ള ഹാജിയാർ നല്ല അറബി സംസാരിക്കും, ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വരികയാണ്, സയ്യിദാണ്, ദർബാറിലൊന്ന് കയറണം. അയാൾ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ മെയിൻ ഇമാമിനെ വിളിച്ചു നോക്കാം, ഇവിടെ 8:30 തുറക്കാൻ പാടുള്ളൂ, നിയമം അതാണ്. അയാൾ വിളിച്ചു. അവിടുത്തെ മെയിൻ ഇമാമ് ഞങ്ങൾക്ക് വേണ്ടി ഇന്നാലിന്ന കവാടം തുറന്നു തരാം. ആ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടെ ഞങ്ങൾ ആ പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ഇമാമീങ്ങളും മുഅദ്ദിനീങ്ങളും എല്ലാവരും ചേർന്നുകൊണ്ട് പള്ളിയുടെ ഉള്ളിലൂടെ ഇലാ ഹദ്റത്തി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ദർബാർ രാജകീയം, പ്രൗഢം, മധുരം, മനോഹരം, ശാന്തം, സുന്ദരം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ സിയാറത്ത് ചെയ്തു. എന്ന് പറയാൻ കാരണം അസ്മാഉൽ ഹുസ്നയെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് മുഅ്മിനീങ്ങളെ ഒരു ദുആ നടത്തിയാൽ ഏത് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ടോ അള്ളാഹു നമ്മളെ കൈവിടൂല, ഉറപ്പാണ്. അസ്മാഉൽ ഹുസ്നയുടെ വീറ്റോ പവർ അതാണ്. അത് ഖുർആൻ എടുത്തു പറഞ്ഞതാണ്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. ഇതുകൊണ്ടാണ് ഈ കിടക്കുന്ന മഹാന്മാരടക്കം എല്ലാ മഹാന്മാരും പതിവായി അസ്മാഉൽ ഹുസ്ന ചൊല്ലിയവരാണ്. ചൊല്ലാൻ 5 മിനിറ്റ് വേണ്ട. അസ്മാഉൽ ഹുസ്ന മൻ അഹ്സാഹാ ദഖലൽ ജന്ന ഖാല റസൂലുള്ളാഹി. ഒരാൾ അസ്മാഉൽ ഹുസ്ന എന്നും നിരന്തരം അനുദിനം എന്നുമെന്നും ഒരാൾ ചൊല്ലി വന്നാൽ അവൻ സ്വർഗത്തിൽ കടന്നു. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ ഈ സദസ്സിൽ പറയുന്നതും ദുആന്റെ മുമ്പ് പറയുന്നതും ദുആക്ക് ഇജാബത്ത് കിട്ടാൻ അത്ഭുത സംഭവമാണ് അസ്മാഉൽ ഹുസ്ന. അതെന്നും പതിവാക്കിക്കോളി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്മാഉൽ ഹുസ്ന റാത്തീബ് എന്നോട് റാത്തീബുണ്ട്. അസ്മാഉൽ ഹുസ്ന റാത്തീബ്. ഈ റാത്തീബ് അത്ഭുതങ്ങളുടെ കലവറയാണ്. റാത്തീബുകളുടെ കൂട്ടത്തിൽ രാജാവാണ് അസ്മാഉൽ ഹുസ്ന റാത്തീബ്. ഇതൊരു 1 മണിക്കൂർ ചെല്ലാനുണ്ട്. പക്ഷേ സങ്കീർണമായ ഏത് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടോ ഒരു വുളൂ ചെയ്ത് അസ്മാഉൽ ഹുസ്ന റാത്തീബ് എന്ന് പറയുന്ന ഈ റാത്തീബ് ശാന്തമായിരുന്നൊന്ന് ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ലാ ശക്ക ഫീ, ഒരു സംശയവുമില്ല, അള്ളാഹു ആ ദുആ തട്ടി മാറ്റൂല. അത്രയും പവറാണ്. ഇൻഷാ അല്ലാഹ് വിശാലമായി നിങ്ങൾ യൂട്യൂബിൽ വാവാട് തങ്ങൾ നടിച്ച എൻ്റെ പ്രഭാഷണം ഇതിനെപ്പറ്റി ഒരുപാട് ഫളായിലുകൾ പറയുന്നുണ്ട്. അസ്മാഉൽ ഹുസ്ന അത്ഭുതങ്ങൾ, നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ, അതിൽ നമുക്കൊരുപാട് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് സംഭവം. ഏത് പ്രശ്നത്തിലും അസ്മാഉൽ ഹുസ്ന റാത്തീബ് 1 മണിക്കൂർ ചെല്ലാനുള്ളൂ. ഇനി റാത്തീബുമായി നമ്മൾ ഒരു മഹാൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ഈ റാത്തീബ് നമ്മൾ ആ മഹാൻ്റെ അടുത്തിരുന്നു കൊണ്ട് അസ്മാഉൽ ഹുസ്ന റാത്തീബ് അങ്ങ് ചൊല്ലി എന്നിട്ട് നമ്മളങ്ങ് ദുആ ചെയ്താൽ ആ കിടക്കുന്ന മഹാന് നമ്മളുടെ വിഷയത്തിൽ ഇടപെടാതിരിക്കാൻ കഴിയൂല. കാരണം അസ്മാഉൽ ഹുസ്ന ഇടപെട്ട് കഴിഞ്ഞാൽ അത്ഭുതങ്ങളുടെ കലവറയാണ്. എൻ്റെ അടുത്ത് വന്നു ഒരു സഹോദരി, എൻ്റെ പ്രഭാഷണം കേട്ടൊരു സഹോദരി വന്നു. 3 വയസ്സുള്ള മകളെയും എടുത്തുകൊണ്ടാണ് ആ ഉമ്മ വന്നത്. വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എൻ്റെ 3 വയസ്സുള്ള മോളാണ്, നടക്കുമ്പോഴേക്ക് വീണ് പോവുകയാണ്, നടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, യുനാനി കഴിച്ചു, എല്ലാ മെഡിസിനും കഴിച്ചു, ഒരു മാറ്റവുമില്ല. തങ്ങളെ വാല് കേട്ട് എൻ്റെ മോള് നടന്നു കിട്ടണോ. ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ അസ്മാഉൽ ഹുസ്ന റാത്തീബ് എന്ന് പറയുന്ന ഈ റാത്തീബ് ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ചൊല്ലിക്കാൻ നേർച്ചയാക്കിക്കോളൂ, അത് ചൊല്ലിയ വെള്ളവും കൊടുത്തോളി എന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ്. ആ സഹോദരി
എൻ്റെ മുമ്പ് തന്നെ പർവ്വതങ്ങളെ ഞാൻ എൻ്റെ ഈ കുട്ടി നടന്നു കിട്ടാൻ അള്ളാഹുവിൻ്റെ അസ്മാഹുൽ ഹുസ്ന കൊണ്ട് ഞാനിതാ നേർച്ചയാക്കുന്നു. റാത്തീബ് ചൊല്ലിക്കുക നേർച്ചയാക്കി. മാഷാ അല്ലാ, പിറ്റേത്തെ തിങ്കളാഴ്ച എന്നെ കാണാൻ വരുന്ന സമയത്ത് അത്ഭുതത്തോടു കൂടെയാണ് സഹോദരി വന്നത്. തീരെ നടക്കാത്ത ആധുനിക വൈദ്യശാസ്ത്രം എഴുതിത്തള്ളിയതാണ്. മാഷാ അല്ലാ, അസ്മാഉൽ ഹുസ്ന ചൊല്ലി അതിൻ്റെ വെള്ളമായിട്ട് കുടിപ്പിച്ചു. മാഷാ അല്ലാ, ആ കുട്ടി നടന്നെൻ്റെ റൂമിലേക്ക് വരുന്നു. അത്ഭുതങ്ങളാണ് അസ്മാഉൽ ഹുസ്ന. അത് നമ്മളുടെ ഈമാൻ, നമ്മളുടെ തഖ്വ, നമ്മളുടെ ഈമാൻ എപ്പോഴും പവറായിരിക്കും. പതറി കളിക്കുന്ന ഈമാവർ എൻ്റെ റബ്ബെന്നെ കൈവിടൂല. അതാണ് ഉറൂസിൻ്റെ സന്ദേശം. മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹുവിനെ നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ്. പതറണ്ട, ടെൻഷൻ വരുമ്പോൾ എൻ്റെ റബ്ബെന്നെ കൈവിടൂല. തവക്കൽതു അലല്ലാഹ്. പിന്നെ ഈ പ്രഭാഷണം കേൾക്കുന്ന പലരും ചോദിച്ചു, തങ്ങളെ കുറേ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദ്വാരന്നിട്ടോ ഇജാബത്ത് കാണുന്നില്ല എന്ന് പറയാറുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ഇജാബത്ത് കണ്ടിട്ടില്ല എങ്കിൽ നമ്മളിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണോ നമ്മൾ മനസ്സിലാക്കണം. നമ്മളിൽ എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം പെട്ടെന്ന് മനസ്സിലാവാൻ. യാ വാസിയു യാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്വരമായിരിക്കുന്നൊരു ഇസ്മാണ് യാ വാസിയു യാ അല്ലാഹ്. വിശാലത ചെയ്യുന്നവനെ എന്നാണ് എല്ലാ അർത്ഥവും. അത് അള്ളാഹുവിൻ്റെ സ്വഭാവമാണ്. അസ്മാഉൽ ഹുസ്ന മുഴുവനും അള്ളാഹുവിൻ്റെ സ്വഭാവമാണ്. അള്ളാഹുവിൻ്റെ സ്വഭാവം നമ്മളിലുണ്ടാവണം. നമ്മളും വിശാലത ചെയ്യണം. അയൽവാസികളോട്, കൂട്ടുകാരോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, ശിഷ്യന്മാരോട്, അയൽവാസികളോട്, നാട്ടുകാരോട് ഒക്കെ ഒരു വിശാല സമീപനം. ഉറൂസ് നടത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് ഒരാൾ ചോദിച്ചാൽ ഞങ്ങൾ നന്നായി ജീവിക്കണം എന്ന് കിട്ടിയെന്ന് തന്നെ പറയണം. അതാ ഉറൂസിൻ്റെ സന്ദേശം. വിശാലത ഉണ്ടാണ് മുഅ്മിനീങ്ങളെ. വിശാലത എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ എന്തിനും എടുത്തുചാട്ടം വേണ്ട. ഒരു വിഷയം കേൾക്കുമ്പോഴേക്ക് എടുത്തുചാടി അതിന് പരിഹാരം കാണണ്ട. എടുത്തുചാട്ടം അത് അൽ അജലത്തു മിനശ് ശൈത്വാൻ, അത് പൈശാചികമാണ്. പിശാചിൻ്റെ ഉദ്ദേശം എന്താ? നമ്മളെപ്പോഴും തിന്മയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഉദ്ദേശം. അങ്ങനെയാണല്ലോ. ശൈത്താന്മാരെ പറ്റി കേട്ടില്ലേ? ശൈത്താന്മാരെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വിചാരിച്ചപ്പോഴൊന്നല്ല. ശൈത്താന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ശൈത്താന്മാരെന്നൊക്കെ പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുള്ള ശൈത്താന്മാരാ. ഇപ്പോഴത്തെ ശൈത്താന്മാരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. സൈക്കോളജിയും ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും മാത്സും ഇൻ്റർനെറ്റും ഇമെയിലൊക്കെ പഠിച്ചിട്ടാണ് വരുന്നത്. ലക്ഷ്യം ഒന്നേ ഉള്ളത് പിശാചിന്. എല്ലാ ശൈത്താന്മാർ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ പൈശാചികൾ. ഈ പിശാചിൽ നിന്നുകൊണ്ടാണ് ഇസ്രായേൽ യുദ്ധം വരുന്നാൽ പ്രേരിപ്പിക്കുന്നതിൻ്റെ ഒരു ആള് പൈശാചിക പ്രേരണതയാണ്. എല്ലാ തിന്മയുടെ പിന്നിലും പൈശാചികമായ പ്രവർത്തനം കാണാൻ കഴിയും. അപ്പോൾ ശൈത്താന്മാരെന്നൊക്കെ പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുണ്ട്. ഇവരെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നമ്മളെ കേടുവരുത്താനുള്ള. ദിക്റിന് പോകണ്ട, സ്വലാത്തിന് പോകണ്ട, നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, അങ്ങനെ തിന്മയിലേക്ക് ഇപ്പോഴും ചിന്തിപ്പിക്കുന്ന മേഖലയാണ് അവരുടെ മേൽ. അതുകൊണ്ട് ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞല്ലോ, ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ഈ ശൈത്താന്മാരൊക്കെ, ഇബ്ലീസൊക്കെ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് മുഅ്മിനീങ്ങളെ എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ തിന്മയിലേക്ക് കൊണ്ടുവരാണ് ഈ പിശാചികമായ പ്രവർത്തനം ഉണ്ടാവും. അപ്പോൾ അസ്മാഉൽ ഹുസ്ന ഒരാൾ നിരന്തരമായി ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല മനസ്സിന് ശക്തി അല്ലാഹു നൽകുന്ന. രാവിലെ ഈ മൈക്ക് മാറ്റണം മോനെ, എന്തൊരു വലിച്ചിലുണ്ട്. വേറെ മൈക്കുണ്ടോ? നല്ലൊരു മൈക്കടി. ഒരു സ്വലാത്തിൽ യാ നബി സലാം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.
കൂടുതൽ സംസാരിക്കുന്നില്ല, മാഷാ അല്ലാഹ്. പക്ഷേ എനിക്ക് നിങ്ങളെ ഈ സദസ്സും ഈ സ്റ്റേജും എല്ലാം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. നല്ല ഓരോ വർഷവും ഗംഭീരമായി. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ടെന്നാൽ മഹാന്മാരുടെ ചാരയിരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ സുവർണ നിമിഷങ്ങളാണ് നിങ്ങളിരിക്കുന്നത്. ഒരു സംശയവുമില്ല. ഒരു മഹാന്റെ ചാരെ അല്ലെങ്കിൽ മഹാന്മാരെ ചാരെ നമ്മൾ പോയിരുന്നാൽ ഉറപ്പാണ് അവിടെ റഹ്മത്തിൻ്റെ മലായിക്കത്തീങ്ങളുണ്ട്, സ്വാലിഹീങ്ങളായ ജിന്നുകളുണ്ട്. ഇവരൊക്കെ നമ്മൾ വേദങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം പറയുമ്പോൾ എന്തായാലും മലായിക്കത്തിന് ഇഷ്ടമാണ്. മലായിക്കത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേർഡാണ് അല്ലാഹ്. അതിങ്ങനെ കേൾക്കലാണ് അതിൻ്റെ. അപ്പോൾ അസ്മാഉൽ ഹുസ്ന ഭയങ്കര സംഭവം തന്നെയാണ്. അള്ളാഹു നമുക്ക് ചെല്ലാൻ തൗഫീക്ക് നൽകട്ടെ. അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആയിരുന്നാൽ അതിന് ഫലമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇജാബത്ത് വരാത്തെന്ന് വെച്ചാൽ നമ്മളിൽ എന്തോ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ യാ വാസിയു യാ അല്ലാഹ്. നമ്മളും വിശാല ചെയ്യുക, വിശാലമായി ചിന്തിക്കണം എന്ന ഒരു പള്ളി കമ്മിറ്റി ഭാരവാഹികളാണെങ്കിൽ അവർ വിശാലമായി ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? പള്ളി കമ്മിറ്റി പള്ളീൻ്റെ ടോയ്ലറ്റ് സംവിധാനം, നിസ്കാര സംവിധാനം 24 hours വേണം. ടോയ്ലറ്റ് സംവിധാനം 24 hours വേണം. യാത്രക്കാരായ ആരെങ്കിലും നമ്മുടെ പള്ളിയിൽ വന്നിട്ട് മടങ്ങിപ്പോകരുത്. പള്ളിയിൽ 24 hours ടോയ്ലറ്റ് സംവിധാനം, നിസ്കരിക്കാൻ ചെറിയൊരു ഭാഗവും എപ്പോഴും വേണം. ചില സ്ഥലങ്ങളിലൊക്കെ 10 മണിക്ക് മൊത്തം പള്ളിയുടെ ഗേറ്റൊക്കെ അടിച്ച് ക്ലോസ് ചെയ്ത് ഇനി ആരും ഈ വഴിക്ക് പോകരുത് എന്ന രൂപത്തിൽ അരുത് അരുത് അരുത്. ഇതാരാ നമുക്ക് പറഞ്ഞു തന്നത്? ഞാനിപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പരിപാടി കഴിഞ്ഞ് ഇവിടെ നാട്ടിലേക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോകുമ്പോൾ വീട്ടിലെത്തും മിക്കവാറും 1 മണി 2 മണി 3 മണിയാണ്. പോകുന്ന വഴിയിലാക്കി ചിലപ്പോൾ ഒരു പള്ളിയിൽ കയറിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക, ഇശാ നിസ്കരിക്കുക. അപ്പോൾ പള്ളിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പള്ളിയിലെത്തിപ്പെടും നമുക്ക് അവിടെ ക്ലോസിംഗ് ആണെങ്കിൽ ഒരു സ്വാലിഹായ മനുഷ്യൻ്റെ ദുആവും നിസ്കാരവും വുളൂഉം ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടു എന്നതാണ്. അപ്പോൾ ഇപ്പോഴും അതിന് ഹറമേനിയെ മാതൃകയാക്കാം. ഹറമൈനി മക്കത്തുൽ മുക്കറമയിലും മദീനത്തുൽ മുനവ്വറയിലും 24 hours അല്ലേ? അങ്ങനെ സംവിധാനം നമ്മളിൽ വേണം. പള്ളിയിലേക്ക് കയറിയാൽ ഒക്കെ വേണം. അവിടെ കുടിക്കാൻ വെള്ളം, ഒരു ഗാർഡൻ, ചെറിയൊരു പൂങ്കാവൻ. ഞാൻ ഈ സ്റ്റേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു, മാഷാ അല്ലാഹ്. അങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയാണത്. വീട്ടിൻ്റെ വളപ്പിലും മുറ്റത്തും നല്ലൊരു ഗാർഡൻ വേണം. ഗാർഡൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു പൂങ്കാവനം. വലിയ നമ്മുടെ വീടിന് പറമ്പനുസരിച്ച് കൊണ്ടുള്ളത് മതി. ഇതൊക്കെ എന്തിനാണെന്നറിയോ? അള്ളാഹുവിനെ പറ്റി അറിയാൻ. ഒരു ചെടിയുടെ ഭാഗം കണ്ട് ഒരു പൂവ് കണ്ട് ആ പൂവിന് അള്ളാഹു കൊടുക്കുന്ന വർണ്ണങ്ങൾ, അതിൻ്റെ മനോഹാരിത എന്ത് രസമാണ്, എന്ത് സൗരഭ്യമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. പനനീർ പുഷ്പത്തിൻ്റെ പരിമളമേ മുസ്തഫ, റോസാപ്പൂവിൻ്റെ സുഗന്ധമേ മുസ്തഫ, മുല്ലപ്പൂവിൻ്റെ സൗരഭ്യമേ മുസ്തഫ, ചെമ്പകപ്പൂവിൻ്റെ ചന്തമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം അള്ളാഹുവിൻ്റെ മഹത്വം വിളിച്ചോതുകയാണ്. അപ്പോൾ അസ്മാഉൽ ചെല്ലുന്നവർ അതിനോട് നീതി പുലർത്തുക, നമ്മളും വിശാല ചെയ്യുക. എപ്പോഴും വീടിൻ്റെ മുറ്റത്ത് ഒരു ടോയ്ലറ്റ് സംവിധാനം. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥികൾ വന്നാൽ എല്ലാവരെയും അകത്തേക്ക് കയറാൻ പറ്റൂല. അപ്പോൾ പുറത്തൊരു സംവിധാനം വേണം. അങ്ങനെ വിശാലത വേണം. അടുക്കള നിർമ്മിക്കുമ്പോൾ അടുക്കള എപ്പോഴും വിശാലമായിട്ട് നിർമ്മിക്കണം. കാരണം സ്ത്രീകൾക്ക് ഇടപെടാനുള്ള ഏറ്റവും നല്ല സ്ഥലവും അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലവും ആണ് ഈ അടുക്കള. അടുക്കള എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. വൃത്തിയിൽ ഏറ്റവും വേണ്ട സ്ഥലമാണ് ഈ അടുക്കള, കിച്ചൺ. അവിടെയാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത്. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ വന്നാൽ ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെയാ വിശാലമായി ചിന്തിക്കുക. കൊലായി എന്ന് പറഞ്ഞ സംഭവം വിശാലത വേണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മരിച്ച വീട്ടിൽ ചെന്നു. കാഴ്ചയിൽ പുറമെ നോക്കുമ്പോൾ 2 അടി വലിയ ടെറസിട്ട വീടാണ്, നല്ല ബാർപ്പിൻ്റെ വീടാണ്. അങ്ങ് ആ മരണ വീട്ടിൽ ചെന്നപ്പോൾ മയ്യത്ത് കിടക്കാൻ ഡൈനിങ് ഹാളിൽ സ്ഥലമില്ല. ചെറിയ ഡൈനിങ് ഹാളാണ്. അല്ല, ഡൈനിങ് ഹാളൊക്കെ ഒന്ന് വിശാലപ്പെടുത്തുക. വിശാലത എന്നുള്ളത് നമ്മളിൽ ഉണ്ടാവണം.
നമ്മളോട് ചോദിക്കുമ്പോഴും കുടുസായി ചോദിക്കണ്ട. അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ പടച്ചോനെ 5 സെന്റ് സ്ഥലവും ഒരു തേക്കാത്ത വീടും കൊണ്ട് റബ്ബേ എന്ന് ചോദിക്കരുത്. ചോദിക്കേണ്ട റബ്ബേ 50 സെന്റ് സ്ഥലവും നല്ലൊരു വീടും നീ കൊണ്ട്. സ്റ്റാൻഡേർഡാണ് അള്ളാഹുവിനോട്. അള്ളാഹു സ്റ്റാൻഡേർഡാണ്. നമ്മളതിനെ സ്റ്റാൻഡേർഡ് കൊടുക്കുന്നത്. അള്ളാഹു ഒരു മഹാസംഭവമാണ്, അറിയും തോറും അത്ഭുതമാണ്. അതാണ് അള്ളാഹിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മഹാന്മാരൊക്കെ വെറുതെ ഇങ്ങനെ ചെല്ലല്ല. അല്ലാഹു അല്ലാഹു അല്ലാ അൻതൽ ഹാദി അൻതൽ ഹഖ് ലൈസൽ ഹാദി ഇല്ലാഹു. അപ്പോൾ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ ചെറുതാക്കണ്ട, കുടുസാക്കണ്ട. അള്ള റെഡിയാണ്, ചോദിച്ചോളൂ ഉഷാറായിട്ട്. അള്ളാഹു തരാൻ റെഡി കഴിയുന്നവനാണ്. തന്നാൽ തീരാത്ത റബ്ബാണ് നമ്മുടെ റബ്ബ്. കൊടുക്കാൻ ഇഷ്ടംപോലെ ഇഷ്ടമുള്ള റബ്ബാണ് റബ്ബ്. അപ്പോൾ അള്ളാഹു നമുക്കൊക്കെ വീടില്ലാത്തവർക്ക് വീട് നൽകട്ടെ. ഒരു സ്വലാത്ത് യാ നബി സലാം. പിന്നെ മറ്റൊന്നാണ് അഫ്വ്. അപ്പോൾ ഈ നമ്മുടെ വിശാലത വേണം. അത് അസ്മാസിന് പെട്ടാൽ നമ്മളിൽ വിശാലത ഉണ്ടാവണം, വിശാല സമീപനം ഉണ്ടാവണം. അഫ്വ് ചെയ്തു കൊടുക്കുക, അത് അള്ളാഹുവിൻ്റെ വലിയൊരു സംഭവമാണ്. നമ്മളും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ഒരു പ്രകൃതി നമ്മളിലുണ്ടാവുക. അത് അങ്ങനെ അസ്മാഉൽ ഹുസ്നൻ്റെ മുഴുവൻ ഇസ്മുകളോടും നമ്മൾ നീതി പുലർത്തിയാൽ അസ്മാഉൽ ഹുസ്ന ചെല്ലുന്നവർക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടും, ഒരു സംശയവുമില്ല. ഞാൻ ഈ അസ്മാഉൽ ഹുസ്ന റാത്തീബ് കേടില്ലാതെ ഒരു സ്ഥലത്തും പോല. അൽഹംദുലില്ലാ. ഇപ്പോൾ വരുന്ന 24-ാം തീയതി മാഷാ അല്ലാഹ് മിസ്റിലേക്കൊരു യാത്ര ഉണ്ട്, 7 ദിവസത്തെ യാത്ര. ഞാൻ നിങ്ങൾക്കൊക്കെ അവിടെ നിന്ന് ദ്വാരക്കും. അർഹമുർ-റഹീമായ റബ്ബ് ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാ ആണുങ്ങൾക്കും എല്ലാ പെണ്ണുങ്ങൾക്കും നഫീസത്ത് ബീവിൻ്റെ അടുത്തൊന്ന് ചെല്ലാനും ഷാഫി ഇമാം തങ്ങളുടെ അടുത്ത് ചെല്ലാനും ബഹുമാനപ്പെട്ട ഇമാം ബൂസുരി തങ്ങളുടെ അടുത്ത് ചെല്ലാനും ഇമാമുന് ഷാഫി തങ്ങളെ സിയാറത്ത് ചെയ്യാനൊക്കെ മിസ്റിലാണ്. അള്ളാഹു നിങ്ങൾക്കും നമുക്കും തൗഫീഖ് നൽകട്ടെ. ഈ 24-ാം തീയതി അങ്ങോട്ട് പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. കുറഞ്ഞൊരു ഒഴിവും കൂടിയുണ്ട്. ആരെങ്കിലും പോരാൻ ഉദ്ദേശിക്കുന്നതിൽ പോരാവുന്നതാണ്. മാഷാ അല്ലാഹ്. അസ്മാഉൽ ഹുസ്നയുടെ വീട് കയ്യിൽ വെക്കുക. ഏതൊരു മഹാന്റെ അടുത്താൽ നിങ്ങൾ സങ്കടവുമായി ചെല്ലുന്നത് നല്ലൊരു വുളൂഅ് ചെയ്ത് സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ നല്ലൊരു വുളൂഅ് ചെയ്ത് അസ്മാഉൽ ഹുസ്ന റാത്തീബ് ചൊല്ലി നിങ്ങളുടെ കാര്യം അള്ളാഹുവിനോടങ്ങ് പറഞ്ഞോളി. അള്ളാഹു വീട്ടിത്തരും. ആ സമയത്ത് ചിലപ്പം വീടും, ചിലപ്പം കുറച്ച് കഴിഞ്ഞിട്ട്. എന്നാലും അള്ളാഹു ഇടപെടാതിരിക്കാൻ ഇല്ല. അസ്ത്രീയും പവറാണ് അസ്മാഉൽ ഹുസ്ന. അർഹമുർ-റഹീമായ റബ്ബേ, ജീവിതത്തിനുടനീളം ഞങ്ങൾക്കത് ചെല്ലാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇതുകൊണ്ട് തന്നെ ദുനിയാവും ആഖിറത്തിലും വലിയ സ്ഥാനത്തേക്ക് ഞങ്ങളെ നീ ഉയർത്തണേ അല്ലാ. ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല. മാഷാ അല്ലാഹ്. മഹാന്മാരെ തേടി പോകണം, ഫലസ്തീനിലൊന്ന് പോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഫലസ്തീനിൽ എന്താ പോകുന്നത്? അവിടെയാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം, അവിടെയാണ് സയ്യിദുനാ കലീമുല്ലാഹി മൂസ, അവിടെയാ എത്രയോ മഹാന്മാർ ഈ ഫലസ്തീനിലുണ്ട്. ബാറക്കിനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ഒന്ന് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സിയാറത്ത് യാത്ര ഭയങ്കര. അൽഹംദുലില്ലാ. ഞാനിപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ ഈ കിടക്കുന്ന മഹാന്മാരുടെ വലിയ കറാമത്തുകൾ കാണിച്ച വലിയ മഹത്വങ്ങളുള്ള ഈ മഹാന്മാർ, ഒരു മഹാന്മാരുടെ ചാരെ ഈ ഉറൂസിൻ്റെ മജ്ലിസിൽ ഓരോ മഹാന്മാരിലും ഉറൂസിൻ്റെ സമയത്ത് അവിടെ പ്രത്യേകമായൊരു നോട്ടുണ്ടാവും. അപ്പോൾ നല്ലോണം നിങ്ങളെ ചെറിയ ആമിയും പോരാ, നല്ലോണം ആമിയും പറയും. പഠിച്ച റബ്ബേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടി എല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും നൽകണേ റബ്ബേ. ഈമാനും തഖ്വയും നീ വർദ്ധിപ്പിക്കണേ റബ്ബേ. റാഹത്തുള്ള ജീവിതം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞാൻ ഈ വയനാടിൽ പല സ്ഥലത്തും എൻ്റെ പ്രവാസത്തിലൊക്കെ ഇങ്ങനെ പറയും. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സംഭവം, വയനാടുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലക്കിടി
നമ്മുടെ ദാറുൽ ഫലാഹ് ആ സ്ഥാപനത്തിൽ ഒരു പരിപാടി കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ രാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. പോകുന്ന വഴിയിൽ മഴ പെയ്യുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ്, അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു വലിയ എംസാൻഡ് കൊണ്ടുപോകുന്ന വലിയൊരു ടിപ്പർ ലോറി റോഡിന് കുറുകെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതായത് അവർ എംസാൻഡ് തട്ടിയിട്ട് അവിടെ കയറ്റുമ്പോൾ ലോറി മഴ പെയ്തിട്ട് ചളിയായി ഗർത്തമായി ടയർ കറങ്ങി കുടുങ്ങിക്കിടക്കുകയാണ്. ഏകദേശം ലോറിൻ്റെ മുൻവശം റോഡിൻ്റെ മധ്യഭാഗത്താണുള്ളത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാനവിടെ നിർത്തി. രാത്രി പിന്നെ ഉറക്ക് കുറവായത് കൊണ്ട് കാർ അവിടെ സൈഡാക്കിയിട്ട് ലോറിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഒരു 3 ചെറുപ്പക്കാരുണ്ട് ലോറിൻ്റെ ഉള്ളിൽ. അവരിങ്ങനെ എല്ലാം കൂടിയോ പിന്നെ കല്ല് വെച്ചിട്ട് ഇങ്ങനെ പൊന്തിയ ടയർ പൊന്താൻ വേണ്ടി ഇങ്ങനെ സെറ്റപ്പാക്കുക. ഞാനവിടെ ചെന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ അവനോട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ ഇവിടെ കുടുങ്ങിക്കെടുക്കുകയാണ്. ഞാൻ വെച്ചാൽ എന്ത് സംഭവിച്ചു? എംസാൻഡ് പുറത്തേക്ക് തട്ടിയപ്പോൾ പിന്നെ മഴ പെയ്തത് കൊണ്ട് ടയർ കറങ്ങി കയറി പോരുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ 2.5 മണിക്കൂറായി ഇവിടെ കുടുങ്ങിക്കെടുക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് കുടിക്കാൻ വല്ലതും വേണോ? രാത്രി 12:15 സമയം. അവിടെ അങ്ങാടി വീടിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം, കാർന്ന് വെള്ളം എടുത്ത് 2 ബോട്ടിൽ വെള്ളം എടുത്ത് കൊടുത്തു. 3 ചെറുപ്പക്കാരോ മഴ പെയ്തിട്ട് മുടിയൊക്കെ ഇങ്ങോട്ടായിട്ട് തിരിയുന്നില്ല. ആരെ വെള്ളം കുടിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, മൻ മിൻകും ഡ്രൈവർ, നിങ്ങളിൽ ആരാണ് ഡ്രൈവർ എന്ന് ചോദിച്ചു. അവരാൾ പറഞ്ഞു, ചെറുപ്പക്കാർ ഞാനാ ഡ്രൈവർ. നിങ്ങളുടെ നാട്? ഞങ്ങൾ മുക്കത്തുകാരാണ്, ഇവിടെ എംസാൻഡ് നട്ടാൻ വന്നാണ് കുടിയേട്. അപ്പം ഞാൻ അവിടെ പറഞ്ഞത്, ഞാനൊരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാം മാറി വയ്ക്കി, ഡ്രൈവർ വണ്ടി കയറട്ടെ എന്ന് പറഞ്ഞു. ഒരു ധൈര്യമാണത്. അസ്മാഹുൽ ഹുസ്ന നിരന്തരം ചെല്ലുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്നൊരു ധൈര്യമാണത്. ഏത് വിഷയത്തിനെയും നേരിടാൻ ഒരു തൻ്റെ ഇടം അള്ളാഹു കൊടുക്കും. ആ തൻ്റെ ഇടം ഉണ്ടാക്കാനാ തങ്ങൾ ഈ വാതിൽ യറൂസിൽ ഈ പവർ പറയുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ഡ്രൈവർ വണ്ടി കയറുമെന്ന് പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, കയറിയിട്ട് സ്റ്റാർട്ട് പോകില്ലെന്നാ. ഞാൻ നിങ്ങൾ നോക്കണ്ട, ഡ്രൈവർ വണ്ടി കയറി. ഞാൻ പറയുമ്പോൾ സ്റ്റാർട്ടാക്കിയോളും. ഞാനെന്ത് ചെയ്തു? യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ അല്ലാഹ്, റഹീം, യാ അല്ലാഹ്, മലിക്, യാ അല്ലാഹ്, ഖുദ്ദൂസ്, യാ അല്ലാഹ്, സലാം, യാ അല്ലാഹ്, മുഅ്മിൻ, യാ അല്ലാഹ്, മുഹൈമിൻ, യാ അല്ലാഹ്, അസീസ്, യാ അല്ലാഹ്, ജബ്ബാർ, യാ അല്ലാഹ്, മുതകബ്ബിർ, യാ അല്ലാഹ്, ഖാലിഖ്, യാ അല്ലാഹ്, ബാരി, യാ അല്ലാഹ്, മുസവ്വിർ, യാ അല്ലാഹ്, ഗഫാർ, യാ അല്ലാഹ്, ഖഹാർ, യാ അല്ലാഹ്, വഹാബ്, യാ അല്ലാഹ്, റസാഖ്, യാ അല്ലാഹ്, ഫത്താഹ്, യാ അല്ലാഹ്. അങ്ങനെ അള്ളാഹുവിൻ്റെ 99 പേര് ചൊല്ലി. ഇനി മോനെ വണ്ടി അങ്ങ് എടുത്തു വിടുന്നത്, വണ്ടി ചെയ്യേണ്ട അടിയങ്ങോട്ട്. ആ ചെറുപ്പക്കാരൻ വണ്ടി സ്റ്റാർട്ടാക്കി ഡ്രെന്ന് പറഞ്ഞ വണ്ടി കയറി അങ്ങോട്ട് പോയി. വണ്ടി അവിടെ സൈഡാക്കി നിർത്തി. ഈ 3 ചെറുപ്പക്കാരും എന്നെങ്ങോട്ട് വളഞ്ഞു. ഞാൻ ഒറ്റയ്ക്കാണ്. എന്നോട് ചോദിച്ചു, നിങ്ങളാരാണ്? ഞാൻ പറഞ്ഞു, ഞാനൊരു സാധു മനുഷ്യനാണ്, ഫക്കീറാണ്, അയ്യഹ്താജു ഇലാ റഹ്മത്തില്ലാ, സാധു. എന്നാലും ഞങ്ങൾ 2.5 മണിക്കൂറോളമായി ഇവിടെ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നു. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എന്താണ് കാണിച്ചത്? നിങ്ങളുടെ പേരൊന്ന് പറയുന്നൊക്കെ പറഞ്ഞു കൗതുകത്തോടെ. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ പേര് മഷൂറുമില്ല കോയത്തങ്ങൾ വാവാട്. തങ്ങൾ എന്താണ് ചെയ്തതെന്ന്. 2.5 മണിക്കൂറോളമായി ഞങ്ങൾ എന്ത് ചെയ്തിട്ടും കയറിപ്പോവാത്ത ഈ വണ്ടി തങ്ങൾ എന്തോന്ന് ചോദ്യം മാറി. ഞാൻ പറഞ്ഞു, മക്കളെ ഒന്നുമല്ല, അതിൻ്റെ മാസ്മരിക ശക്തി എന്താ? അസ്മാഉൽ ഹുസ്നയാൻ 99 പേര് റബ്ബിനുള്ളതാ. അസ്മാഉൽ ഹുസ്ന എന്ന ഹദീസിൽ വന്നതാ. കാണാതൊരാൾ ചൊല്ലുന്നു എന്നാൽ പേരിത് സ്വർഗത്തിലാമെന്നും ഹദീസിൽ ഉണ്ടിത്. അസ്മാഹുൽസിൻ്റെ പവറാണത്. അത് മുറുകെ പിടിച്ചോളി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഏറ്റവും മഹത്തരമായ ഒന്നാണ് അസ്മാഹുൽ ഹുസ്ന. അർഹമുർ-റഹീമായ റബ്ബ് നമുക്കെല്ലാവർക്കും ചൊല്ലി രക്ഷ. രാവിലെ എഴുന്നേറ്റു, എന്തോ ഒരു മാനസികമായൊരു ഫീലിംഗ്, ഒരു ടെൻഷൻ. എന്നാൽ ഒന്നുമില്ല, ഒരു 1/2 ഗ്ലാസ് പച്ചവെള്ളം എടുക്കുക. ആ പച്ചവെള്ളത്തിൽ അള്ളാഹുവിൻ്റെ 99 പേരുകൾ അസ്മാഉൽ ഹുസ്ന അത് ചൊല്ലുക. യാ അല്ലാഹ്, അള്ളാഹു കൂട്ടിച്ചെല്ലും, പവർ കൂടി. യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ അല്ലാഹ്, റഹീം, യാ അല്ലാഹ്, മലിക്, യാ അല്ലാഹ്, ഖുദ്ദൂസ്, യാ അല്ലാഹ്, സലാം, യാ അല്ലാഹ്, മുഅ്മിൻ, യാ അല്ലാഹ്, മുഹൈമിൻ, യാ അല്ലാഹ് എന്ന് ചൊല്ലി
അങ്ങ് നിങ്ങൾ തന്നെ അതിൽ ഊതുമ്പോഴൊക്കെ ഉറച്ച വിശ്വാസമാണോ? ഇത് ഊതി കുടിച്ചാൽ എനിക്ക് അല്ലാഹു ശിഫ നൽകുക തന്നെ ചെയ്യും. അതാണ് ഈമാൻ. പതറാൻ പാടില്ല എന്നാണ്. ധൈര്യമാണ് എന്തിനും. എൻ്റെ റബ്ബിൻ്റെ കൈവിടൂല. അതന്നെ, അതാണ് ഈ മഹാന്മാർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അർഹമുറാഹിമായ റബ്ബേ. നഫീസ് ബീവിൻ്റെ നാട്ടിലെത്തിയാൽ ബീവിൻ്റെ ഒരു പവർ അതാണ്. ബീവി എന്താ? ദിഹിനിൽ എന്നും അല്ല എന്നുൾ നിനവശീലാമത്തെ ദിക്ർ തസ്ബീഹും തഹീലിൽ തന്നിൽ ഹാലാണൈതേ എന്നാ. ദിഹിനിൽ എന്നും ഹൃദയത്തിൽ, മനസ്സിൽ എപ്പോഴും അല്ലാഹ് 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 അല്ലാഹു അല്ലാഹ്. അതൊരു ഭയങ്കര സംഭവമാണ്. അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞാൻ എൻ്റെ മൂന്നാമത്തെ മകളുടെ പേര് നഫീസത്തുൽ മിസ്രിയ എന്നാണ്. മൂന്നാമത്തെ മോളെ പേര്. ആ പേര് മൂക്കിടാനുള്ള കാരണം പ്രഭാഷണത്തിൽ എവിടെയും ചെറുപ്പം മുതലേ എൻ്റെ ഉമ്മയിൽ നിന്ന് കൊണ്ട് ഞാൻ കേട്ടത് നഫീസത്ത് മാലബി ഹാർട്ടൻ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ വലിയ സൂഫിയത്തായ ഉമ്മയായിരുന്നു. മഹിദ്ദീമാലയും ദിഫായിമാലയും നഫീസത്തുമാലയും ഒക്കെ മനപ്പാടാണ്. ഉമ്മ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഏതെങ്കിലും ഒരു മാല പാടും. അങ്ങനെ ഞാനൊരു ദിവസം മലപ്പുറം ജില്ലയിൽ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ 2:30-3 മണി. എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് ഇശാ നിസ്കരിച്ചു. വണ്ടിയിൽ നിന്ന് ഉറങ്ങുന്നത് കൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചു. ആ വുളൂഓടുകൂടെ തന്നെ അങ്ങനെ കിടന്നുറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ ഇന്നി റഅയ്തു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. നഫീസത്ത് ബീവിനെ നിരന്തരം ബീവിക്ക് എന്തൊരു ഫാത്തിഹ ഓതിയാൽ മതി, നിങ്ങൾ മിസ്റിലെത്തും ഉറപ്പാണ്. ബീവിക്ക് എന്നൊരു ബീവിയുമായൊരു കോണ്ടാക്ട്. ഏതാ കോണ്ടാക്റ്റിൽ ഏറ്റവും നല്ലത്? നഫീസത്ത് ബീവിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിക്കോളി, ബീവി അവിടെ നമ്മൾ എത്തിക്കും. മിസ്രി ഇന്നും ആത്മീയമായി നിയന്ത്രിക്കുന്നത് നഫീസത്തുൽ മിസ്രിയ. ഷാഫി ഇമാം പോലും, വലിയ മഹാനായ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാം ഷാഫി ഇമാം പോലും ബീവിൻ്റെ ദർബാറിൽ ചെന്നുകൊണ്ട് ദ്വാരക്കാൻ പറയും, ബീവിനോട് ഹദീസുകൾ ചർച്ച ചെയ്യൂ. ഭയങ്കര സംഭവമാണ്. അത് ഏതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്, ആത്മീയമായി നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട ഖാജ പാപ്പന തങ്ങളെ പോലെ. ഈ നാട് ആത്മീയമായി നിയന്ത്രിക്കുന്നത് ഇവിടെ കിടക്കുന്ന മഹാന്മാരാണതുപോലെ. മഹാന്മാരുടെ സാന്നിധ്യമാണ്. ഭയങ്കര സംഭവമാണ്. ഭാഗ്യാമുമിനികളെ, ഇത്തരം മഹാന്മാർ അവരുടെ നമ്മുടെ നാട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ മഹാന്മാരുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ചില്ലറ ഭാഗ്യമല്ല. എപ്പോഴും നമ്മുടെ നാട്ടുകാരത് വിചാരിച്ച് ബഹുമാനം നഷ്ടപ്പെട്ടു പോകരുത്. മെല്ലെ ഈ ദർബാറിൽ വന്നാൽ അദബ് നമ്മൾ എത്രത്തോളം കാണിക്കുന്നോ അത്രത്തോളം അവരിൽ നിന്നോട് സഹായം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ്. മഹാന്മാരെടുത്ത് വരുമ്പോൾ സലാം പറഞ്ഞ് ഒച്ചത്തിൽ ശബ്ദമില്ലാതെ നല്ലോണം ബഹുമാനത്തിലായിരിക്കണം. പള്ളി കയറിയാലും അങ്ങനെ തന്നെയാണ്. ബഹുമാനം വലിയൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ റഹ്മുറാഹിമായ റബ്ബ് നമുക്ക് ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ഹുളൂരിയത്തുള്ളൊരു മജ്ലിസായി ഈ മജ്ലിസ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമുക്ക് ചെറിയൊരു സംഭവം ബറക്കത്തിൻ്റെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യുക. അള്ളാഹു ഈ വലിയ സന്തോഷമായി ഈ മഹത്തായ മജ്ലിസിന് വേണ്ടി അധ്വാനിച്ച, പ്രവർത്തിച്ച, ഇതിനു വേണ്ടി ഉത്സാഹിച്ച അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ, കൂട്ടുകാർ, ഉമ്മമാർ, സഹോദരിമാർ, ഈ പ്രത്യേകിച്ച് ഇവിടുത്തെ ഉസ്താദുമാർ, അൽഹംദുലില്ലാഹ് റഹ്മുറാഹിമായ റബ്ബ് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്രദമാകുന്ന സ്വാലിഹായ ഒരു അമലായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ചെറിയൊരു സംഭവം, നമുക്ക് പാഠമുള്ളൊരു സംഭവം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആന് പിരിയ ഒരു സ്വലാത്ത് ചൊല്ലി. ഇന്നനാ നർജു ഇലാ കസി لا إله إلا الله الشفاعة هب لنا في القيامة مشفقا
ബഹുമാനപ്പെട്ട സയ്യിദന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തങ്ങളെ നമുക്കറിയാം 18 രാജ്യം ഭരിച്ച നല്ലൊരു രാജാവായിരുന്നു. തൻ്റെ സുഖം ആസ്വദിച്ച് അദ്ദേഹം ആസ്വദിക്കാത്ത സുഖങ്ങളില്ല, എല്ലാം ജീവിച്ചു. ആ വലിയ മഹാനായിരിക്കുന്ന വലിയ രാജാവാണ്. പക്ഷേ പിൽക്കാലത്ത് സൂഫിസത്തിലേക്ക് വന്നു, ഔലിയാക്കളുടെ പദവിയിലേക്ക് വന്നു. എല്ലാ അധികാരങ്ങളും ഒഴിവാക്കി മഹാനവറുകൾ ഔലിയാക്കളുടെ ലീഡർ സ്ഥാനത്തേക്ക് ഉയർന്നു. സയ്യിദന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ആ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു തങ്ങൾ വലിയ സ്ഥാനത്തെത്തി, വലിയ മഹാനായി, ധാരാളം കറാമത്തുകൾ കാണിച്ച മഹാൻ. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അള്ളാഹുവിനോടൊരു ചോദ്യം ചോദിച്ചു. റഹ്മാനായ റബ്ബേ, നാളെ സ്വർഗീയ ലോകത്ത് ഓരോരുത്തർക്കും ഒരു കൂട്ടുകാരനുണ്ടാകുമല്ലോ, എൻ്റെ കൂട്ടുകാരൻ ആരാണ് അല്ലാ? സ്വർഗത്തിലൊരു കൂട്ടുകാരൻ നമുക്കൊക്കെ ഉണ്ട്, അള്ളാഹു നമുക്ക് തരട്ടെ. നല്ല ചോദ്യമാണ്. ആ സമയത്ത് അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, നിങ്ങളുടെ സ്വർഗത്തിലുള്ള കൂട്ടുകാരത്തി, നിങ്ങളുടെ സ്വർഗത്തിലുള്ള ഭാര്യ എല്ലാം അങ്ങകലെ കിടക്കുന്ന സലാമത്ത് ബീവി എന്ന് പറയുന്ന ബീവിയാണ്. സലാമത്ത് ബീവി എന്നൊരു ബീവിയുണ്ട്, അന്നാരുടെ നാട്ടിലാണ്. ആ ബീവിയാണ് നിങ്ങളുടെ കൂട്ടുകാരത്തിയും നിങ്ങളുടെ ഭാര്യയും. ചോദിച്ചു, പടച്ച റബ്ബേ, കശ്ഫിലൂടെ ഇൽഹാമിലൂടെയുള്ള ഈ അറിയിപ്പ് എവിടെയാ റബ്ബേ? ബീവിൻ്റെ നാടെവിടെയാണ്? നാടൊക്കെ പറഞ്ഞു കൊടുത്തു. നേരം വെളുത്തു. ഇബ്രാഹിം അദ്ഹം തങ്ങൾ, പടച്ച റബ്ബേ, നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെ വരുന്ന എൻ്റെ കൂട്ടുകാരത്തിയാണെന്ന് അല്ലാഹു തആല പറഞ്ഞ ആ മഹദി നാടൊന്ന് കാണണം, വീടൊന്ന് കാണണം, ജീവിതമൊന്ന് കാണണം. തങ്ങൾ സലാമത്ത് ബീവിയെയും അന്വേഷിച്ചു കൊണ്ടുപോവുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു തങ്ങൾ സലാമത്ത് ബീവിയെ അന്വേഷിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോവുകയാണ്. ഒരുപാട് വഴിദൂരം പിന്നിട്ടുകൊണ്ട് സലാമത്ത് ബിന്നിന്റെ നാട്ടിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം തങ്ങളെ കണ്ടപ്പോൾ നാട്ടുകാർ പൊതിഞ്ഞുപോയി. വന്നതാരാണ്? ബൽഖീലെ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു 18 രാജ്യം വീട്ടവർ കരിമ്പുടം പുതച്ചിടുന്നേ. തങ്ങളല്ലേ വന്നത്? തങ്ങളെ കൈപിടിച്ച് മുസാഫത്ത് ചെയ്യുന്നു. തങ്ങൾ ചോദിക്കുന്നു, അല്ല കൂട്ടുകാരെ, നിങ്ങളുടെ നാട്ടിൽ അയിന സലാമാ? സലാമത്ത് ബീവി എന്ന് പറയുന്നൊരു ബീവിയുണ്ടല്ലോ, മഹദിയുണ്ടല്ലോ, നിങ്ങളുടെ നാട്ടിൽ എവിടെയാണ്? ആളുകൾ പറഞ്ഞു, തങ്ങളെ, ആ കാണുന്ന മരുഭൂമിന്റെ ഭാഗത്ത് ബീവി ആടിനെ മേക്കുകയാ, ആടിനെ മേക്കാണ് എന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ്. തങ്ങള് ബീവിനെ കാണാൻ അടുത്തേക്ക് ചെല്ലുകയാണ്. ചുരുക്കി പറയട്ടെ, സലാമത്ത് ബീവിന്റെ അടുത്തെത്തിയപ്പോൾ സലാമത്ത് ബീവി ആടിന്റെ കൂട്ടങ്ങൾക്കിടയിലുണ്ട്. നാളെ സ്വർഗീയ ലോകത്ത് എൻ്റെ കൂട്ടുകാരത്തിയും എൻ്റെ ഭാര്യയുമാണെന്ന് അല്ലാഹു പറഞ്ഞ ബീവിയല്ലേ. അസ്സലാമു അലൈക്കുമെന്ന് സലാം പറയുമ്പോൾ ബീവിയുടെ പ്രതികരണം വഅലൈക്കും അസ്സലാം യാ ഇബ്രാഹിം ഇബ്നു അദ്ഹം ഹോജാ. ഇബ്രാഹിം അദ്ഹം തങ്ങളെ, നിങ്ങൾക്ക് സലാം. ചോദിച്ചു, അല്ല സലാമത്ത് ബീവിയെ, നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ പേര് ഇബ്രാഹിം അദ്ഹം തങ്ങളാന്ന് മനസ്സിലായത് ബീവിയെ? അത്ഭുതമുണ്ടല്ലോ അക്കാര്യം. ബീവി പറയാണ്, തങ്ങളെ, അതിലെന്ത് അത്ഭുതപ്പെടാനാണ്? എന്നെപ്പറ്റി എൻ്റെ പേര് സലാമത്ത് ബീവിയാണെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? അല്ലാഹു അല്ലേ? അവനാണ് നിങ്ങളെപ്പറ്റി എനിക്കും അറിയിച്ചു തന്നത് കേട്ടോ. അൽ അർവാഹു ജുനൂദും മുജന്നദാ ബീവി സലാമാ റളിയല്ലാഹു അൻഹാ. ഇന്നലെ സംസാരിച്ച് അവസാനം പോരാൻ നേരത്ത് ഒരു ചോദ്യം ചോദിക്കുന്നു ഇബ്രാഹിം അദ്ഹം തങ്ങൾ സലാമത്ത് ബീവിയോട്. രണ്ട് മഹാന്മാർ ഒരുമിച്ച് കൂടിയതല്ലേ? ഇവിടെ തങ്ങളവർകളും തങ്ങളുടെ ഭാര്യയും ഒരുമിച്ച് കൂടിയതുപോലെ
മാഷാ അല്ലാ. സലാമത്ത് ബീവിയോട് ഇബ്രാഹിം നിങ്ങൾ ചോദിക്കുന്നു, അല്ല സലാമത്ത് ബീവിയേ, മഹദി അവറുകളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും നിങ്ങളെ സ്വാധീനിച്ച, ഏറ്റവും നിങ്ങൾക്ക് ടേസ്റ്റ് തോന്നിയ അമൽ ഏതാണ് ബീവിയേ? എന്നോടൊന്ന് പങ്കുവെച്ചുകൂടെ?